സുഹൃത്താണ്. അറിയില്ല, ഒരുപാട് ഭയങ്കര സന്തോഷം. ആള് പൊതുവെ ഭയങ്കര ഇൻഹിബിഷൻ ഉള്ള കൂട്ടത്തിലാണ്. ക്യാമറകൾ ഇത്രയും നമ്മൾ ഒരുമിച്ച് കാണുമ്പോൾ അഭിനയിക്കാൻ കുഴപ്പമില്ല, പക്ഷെ ആൾക്കാർക്ക് ഇന്റർവ്യൂ, മീഡിയ, ക്രൗഡ്. ഇപ്പൊ എന്റെ അടുത്ത് അഭിലാഷിന്റെ അടുത്ത് കുറെ ചോദിച്ചിരുന്നു എന്നെ സ്റ്റേജിൽ നിന്ന് സംസാരിക്കാതെ മൈക്ക് തരാതിരിക്കുമോ എന്നുള്ളത്. ഞാൻ പറഞ്ഞു എന്തായാലും തരും. അതുകൊണ്ട് പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ സംസാരിക്കും. പക്ഷെ പൊതുവെ ഒരു ക്രൗഡ് ഫിയർ ഉള്ളൊരു വ്യക്തി കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് കൂടി അറ്റൻഷൻ ഭയങ്കരമായിട്ട് കിട്ടുമ്പോ ഭയങ്കര ഓൾറെഡി നമ്മൾ മിനിസ്ട്രിയിൽ കണ്ടു. എല്ലാവരും ജനങ്ങള് അല്ലെങ്കിൽ പ്രേക്ഷകർ, അമ്മമാരും ഒക്കെ സ്വീകരിച്ച ഒരാളാണ്. അപ്പം എത്രത്തോളം പക്ഷെ അങ്ങനെ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടുകയാണ്. അതിലേക്ക് താഴെ വരാൻ പാടില്ല, അതിന്റെ മുകളിലേക്ക് വന്നുകൊണ്ടേയിരിക്കണം. അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്, എക്സൈറ്റ്മെന്റ് ഉണ്ട്, 100% ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസമുണ്ട്. അതേപോലെ നല്ല ക്യാരക്ടറുമാണ്. ഞാൻ സുമതിയാണോ? സുമതി എന്നുള്ളൊരു ക്യാരക്ടർ അതിനകത്തില്ല. നിങ്ങൾ കാണും. അങ്ങനല്ല, സത്യോടെ വെളിപ്പെടുത്തുന്നില്ല. അല്ല, സുമതി എന്നുള്ള ക്യാരക്ടർ അതിനകത്ത് ഉണ്ടോ ഇല്ലേ എന്നുള്ളതായിരുന്നു കഥ കഴിഞ്ഞിട്ട് ഞാൻ ഇരുന്ന് കുറെ ആലോചിച്ചത്. അതിന്റെ ഉത്തരം ശരിക്കും തിയേറ്ററിൽ തന്നെ കിട്ടട്ടെ. ബട്ട് എനിക്കൊരു തട്ടുപൊളിപ്പൻ പടമായിട്ടാണ് എനിക്ക് ഒരുപാട് സന്തോഷമായി ആ പടം കേട്ടപ്പോൾ. ഒരു സിനിമ ആസ്വാദകൻ എന്നുള്ള രീതിയിൽ ഇപ്പൊ അഭിലാഷിന്റെ പടം അല്ലെങ്കിൽ ഗോപിക അതിലുണ്ട് എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്കൊരു നല്ല കഥ കേൾക്കുമ്പോൾ തോന്നുന്ന സന്തോഷം ഉണ്ടല്ലോ. ഇതേപോലെ അവർക്ക് എടുത്തു വെക്കാൻ സാധിക്കട്ടെ. ഗോപിക്ക് നല്ല ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത്. നല്ല റെസ്പോൺസിബിലിറ്റിയാണ്, ഒരു ചെറിയ റെസ്പോൺസിബിലിറ്റി ഇല്ല. കാരണം ഇങ്ങനെ ലോഞ്ച് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഞാൻ പറയുമായിരുന്നു ഗോപിയുടെ അടുത്ത് വെയിറ്റ് ചെയ്യൂ, എനിക്ക് ഓഫേഴ്സ് വരും, കാരണം സിനിമയൊക്കെ ചെയ്യാനുള്ള സ്പേസ് വരാൻ സാധ്യത ഉണ്ടെന്ന്. പക്ഷെ ഇത്രയും നല്ലൊരു ക്യാരക്ടർ നായികയായിട്ടൊരു ലോഞ്ച്, അതും ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റിൽ വരും എന്ന് പ്രതീക്ഷിച്ചു. അതും കാരണം എപ്പോഴും ഞാനെപ്പോഴും വിചാരിക്കുന്നത് എൻ്റെ തെലുങ്കിൽ എനിക്ക് അലവായി കൊണ്ടുവരുമല്ലോ അങ്ങനത്തെ ഒരു വലിയ സിനിമയിൽ ഭാഗമാവാൻ പറ്റിയോണ്ടാണ് പിന്നെ ഈശ്വരാരംഗനം കൊണ്ട് ഒരു 4-5 തെലുങ്ക് ഇവിടെ ചെയ്യാൻ പറ്റിയത്. നമ്മൾ കുറെ സിനിമ ചെയ്യാന്നുള്ളതല്ല, വിജയിക്കുന്ന സിനിമയുടെ ഭാഗമാവാം, നല്ല പ്രൊജക്ടുകൾ കിട്ടുക. ഇപ്പൊ ഞാൻ കുറെ പടം ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രേതം എന്ന് പറയുമ്പോൾ ആൾക്കാരെ അറിയുന്ന എന്താ വെച്ചാൽ ഇപ്പോഴേ അറിയുള്ളൂ. നമ്മളല്ലാതെ എത്ര തലകുത്തി മറന്നിട്ട് എത്ര ചെയ്ത് കഴിഞ്ഞാലും അതേതാ പടം ഇറങ്ങിയോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് തന്നെ വിഷമമാവും. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ആള് ഈ ടൈറ്റിൽ ലോഞ്ച് മുതൽ ഇത്രയും വലിയ വിസിബിലിറ്റി കിട്ടുന്ന ഒരു പടം കിട്ടിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. റെസ്പോൺസിബിലിറ്റി തോന്നുന്നു. ഭയങ്കര തിരക്കിലേക്ക് പോകുന്നു ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഗോപിക്ക് നല്ല പേടിയാന്നൊക്കെയല്ലോ പറയുന്നത്, എത്രത്തോളം സത്യമുണ്ട്? നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായി. എന്താ പറയുക, എപ്പോഴും ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും ആൾക്കാരെ കൂടെ കാണുമ്പോൾ അവള് പേടിക്കും. ഇപ്പൊ പ്രേക്ഷകർ കാണുമ്പോൾ അവർ ഒരു വിൻഡോയിലാണ് കാണുന്നത്. ഇങ്ങനെ ഒരു 20-25 ഫോൺ ഇവിടെ ഉണ്ടെന്ന് അവർ കാണുന്നില്ല. അപ്പൊ എന്താ വെച്ചാൽ ഇത്രയും ആൾക്കാര് വരുമ്പോ ഇവളെന്താ, അപ്പൊ ഇവൾക്ക് ഞാൻ പലപ്പോഴും നെറ്റിലൊക്കെ കണ്ടിട്ടുണ്ട് ജാടയാണെന്നൊക്കെ. ജാടയല്ല, അതൊരു പേടിയാണ്. എന്ന് വെച്ചാൽ ഇവൾക്ക് ജാടയും പരിപാടികളൊന്നുമില്ല. പക്ഷെ പരിഭ്രമം നമ്മൾ എന്താ ചെയ്യുക, ഇവിടെ ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുക, ഉത്തരം പറയാതിരിക്കുക. അങ്ങനെ ഒരു സ്പേസ് ആണ്. എനിക്ക് തോന്നുന്നു മെല്ലെ മെല്ലെ മാറിയെടുക്കും. കാരണം ഈ ഒരു സെലിബ്രിറ്റി സ്പേസിൽ നിൽക്കുമ്പോൾ അത് മാറിയെടുത്തേ പറ്റും. ഇപ്പൊ ഡീഫോ ഡാൻസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കും നെഞ്ചെടുപ്പ് നന്നായി ഉണ്ടായിരുന്നു. പിന്നെ സംസാരിച്ച് നമ്മൾ മീഡിയയായിട്ട് കൂളാവുന്നതാണ്. പക്ഷെ ഇവൾക്ക് എന്താ വെച്ചാൽ ഈ സാധനം ചെയ്യുമ്പോൾ മീഡിയനെ അങ്ങനെ ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല. കൊല്ലത്തിൽ ഒരു ഇന്റർവ്യൂ, 2 കൊല്ലത്തിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്ന ആൾക്ക് ഈ സാധനം ചെയ്യേണ്ടി വരില്ല. ഈ പടമൊക്കെ പ്രൊമോഷൻസ് ഒക്കെ